ഒരിക്കലും നിങ്ങളുടെ മക്കളെ, കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ ഒറ്റക്ക് വീട്ടിൽ നിർത്തി നിങ്ങൾ തറാവീക്ക് പോവരുത്. പ്രിയപ്പെട്ട സ്ത്രീകൾ, ഞാനിപ്പോൾ ഈ നോമ്പ് തുടങ്ങിയിട്ട് ഒരു 7 ദിവസമായിട്ടുള്ളൂ. അതിനിടയിൽ ഞാൻ ഇരുന്ന കേസുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. തറാവീ നിസ്കരിച്ചിട്ട് 4 റക്അത്ത് കഴിഞ്ഞ് 5-ാമത്തെ റക്അത്തിന് നിന്നപ്പോഴാണ് അയൽവാസിയായ പെണ്ണ് ഉമ്മനെ പള്ളിക്ക് തെരഞ്ഞു വന്നത്. പള്ളിക്ക് വരാത്ത പെണ്ണ് അയൽവാസിയാ, ഉമ്മനെ തെരഞ്ഞ് സലഫി പള്ളിയിലെത്തി. 6-ാമത്തെ റക്അത്തും കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ ഈ പെണ്ണ് പള്ളിയിനുള്ളിൽ കയറി ഉമ്മനെ തോണ്ടി പറഞ്ഞു, ഇവര് കാര്യം പറയാണ്ട്. ഉമ്മ ചോദിച്ചു, എന്താ? നിങ്ങളെ വീട്ടിലെ ആൾക്കാർ കൂടിയാണ്. ഉമ്മ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, SLC പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ഫോണും കയ്യിൽ കൊടുത്ത് വീട്ടിൽ നിർത്തിയിട്ട് പള്ളിക്ക് വന്ന ഉമ്മ കാണുന്ന കാഴ്ച, മോളെ റൂമിൽ നിന്ന് ഒരു ചെക്കനെ നാട്ടുകാർ പിടിച്ചിരിക്കുന്നു. എല്ലാവരും പള്ളിയിൽ പോണ സമയമാണ്, ആർക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല കേട്ടോ. നിങ്ങളെ കുട്ടിയെ, നിങ്ങളെ പെൺകുട്ടിയെ ശ്രദ്ധിക്കാൻ കഴിയില്ല, ആൺകുട്ടിയെ ശ്രദ്ധിക്കാം. എല്ലാവരും പള്ളിയിലാണ്. നോമ്പിന്റെ സമയത്ത് ആണുങ്ങളൊക്കെ പള്ളിയിലായിരിക്കും, അത്യാവശ്യം ഒരു ദീനുള്ളവരൊക്കെ പള്ളിയിലായിരിക്കും. ആരാ നിങ്ങളെ കുട്ടീനെ ശ്രദ്ധിക്കുക? ഈ വീട്ടുകാര്യം വരുന്നുണ്ടോ എങ്ങനെ അറിയാം? നിങ്ങൾ താമസിക്കുന്ന പരിസര പ്രദേശത്തൊക്കെ സലഫി കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ എല്ലാവരും പള്ളി പോയിണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പള്ളി നിർബന്ധമാക്കാതിരുന്നത് നിങ്ങളുടെ ഇതുപോലെയുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കാനാണ്. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പള്ളി നിർബന്ധമാക്കാതിരുന്നത് നിങ്ങളുടെ ഇതുപോലെയുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കാനാണ്. ഇപ്പം എങ്ങനെയുണ്ട്? ഇത് തന്നെയല്ലേ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അല്ലേ? വബുയൂത്തുഹുന്ന ഖൈറുലഹുന്ന, സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം, നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ട് 1400 വർഷങ്ങൾ കഴിഞ്ഞു. മനസ്സിലായോ? എന്നിട്ട് അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാൻ ആരംഭിച്ചതാരാ? കേരളത്തിലെ ഒതായി എന്ന് പറയുന്ന സ്ഥലത്തെ ഖദീജ കുട്ടിയാണ് ആദ്യമായിട്ട് പള്ളിയിൽ പോയ സ്ത്രീയെന്ന് മുജാഹിദുകൾ തന്നെ അവരുടെ മാസികയിലൂടെ പരിചയപ്പെടുത്തിയതാണ്. കേരളത്തിൽ സ്വഹാബത്ത് ദീൻ പ്രചരിപ്പിച്ച നാടാണ് കേരളം. അവിടെ സ്വഹാബത്ത് വന്നു, അതിനുശേഷം താബിയുകളുണ്ടായി, തബൗ താബിയുകളുണ്ടായി. ഇവരൊന്നും പെണ്ണിനെ പള്ളിയിൽ കൊണ്ടില്ല. പിന്നെ പള്ളിയിൽ കൊണ്ടാകാൻ ആരംഭിച്ചത് ഒതായിലെ ഖദീജ കുട്ടിയാണ് ആദ്യമായിട്ട് പെണ്ണായിട്ട് പള്ളിയിൽ പോയത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ലോകത്ത് തന്നെ ആർക്കാണ് ഈ വാദമുള്ളത്? കേരളത്തിലെ ഈ സലഫികൾക്കും കേരളത്തിലെ കുറച്ച് ഫെമിനിസ്റ്റുകൾക്കുമാണ് സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന വാദമുള്ളത്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വബുയൂത്തുഹുന്ന ഖൈറുലഹുന്ന, വീട്ടിൽ നിസ്കരിച്ചാൽ മതി, അതാണ് ഖൈറ് എന്ന് പറഞ്ഞത്. ആ ഖൈറ് തടയാൻ എൻ്റെ പൊന്നാര സലഫികളെ, മുജാഹിദുകളെ, വഹാബികളെ, ആ പെണ്ണുങ്ങളുടെ ഖൈറ് തടയാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഏത് ദീനിൻ്റെ പേരിലാണ് നിങ്ങൾ പള്ളിയിലേക്ക് പെണ്ണുങ്ങളെ വലിച്ചുകൊണ്ട് വന്നത്? ഏത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ അദ്ദേഹത്തിൻ്റെ അൽ ഉമ്മ് എന്ന ഗ്രന്ഥത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോ അവിടുത്തെ മക്കളോ പെൺമക്കളോ ഒരു ജുമാഅക്കും ജമാഅത്തിനും പങ്കെടുത്തതായിട്ട് ഞാനറിയില്ല എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും ചർവണം നടത്തി അതിൽ നിന്ന് ഹുക്കുമുകൾ നിർദ്ധാരണം ചെയ്ത, ഇസ്തിംബാത്ത് ചെയ്തെടുത്ത, ലോകത്തൊരു വലിയ വിഭാഗം ജനങ്ങൾ ഫോളോ ചെയ്യുന്ന മദ്ഹബിൻ്റെ ഇമാമാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോ പെൺമക്കളോ ഒരു നേരം പോലും ജുമാക്കോ ജമാഅത്തിനോ പള്ളിയിൽ പോയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന്. നിങ്ങൾ ആരുടെ മാതൃകയാണ് നിങ്ങൾ പിൻപറ്റുന്നത്? ലോകത്ത് നിങ്ങൾ ആരുടെ മാതൃകയാണ് പിൻപറ്റുന്നത്? നിങ്ങളുടെ കൂട്ടത്തിലാണ് ആദ്യത്തെ ഫെമിനിസ്റ്റുകൾ വന്നത്. ഈ വാദഗതികൾ ഉയർത്തിയ ആദ്യ ഫെമിനിസ്റ്റുകളെ സംഭാവന ചെയ്ത ഒരു സംഘടനയാണ് കേരളത്തിലെ വഹാബികൾ. നോക്കൂ, നിങ്ങൾ ഗൾഫിലെ വഹാബികൾക്ക് പോലും വീടാണ് ഉത്തമം എന്നുള്ള അഭിപ്രായവും ഫത്വയുമാണുള്ളത്. ഗൾഫ് നാടുകളിലെ സലഫി പണ്ഡിതന്മാർ അവരുടെ ഫത്വ രേഖപ്പെടുത്തിയത് മുജാഹിദുകൾ തന്നെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. ഇന്ന് നമ്മുടെ കേരളത്തിലെ വിശ്രംകാര് അന്ധമായി അനുകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാ.
സ്വാലിഹ് ഇബ്നു ഫൗസാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അൽ മുലഖസുൽ ഫിഖ്ഹി എന്ന ഗ്രന്ഥം അതിന്റെ 1-ാം ഭാഗം 130-ാം പേജിൽ അദ്ദേഹം കൊടുത്ത ഒരു പ്രസ്താവന. അജ്മഅൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ ഏകോപിച്ചിരിക്കുന്നു, അന്ന സ്വലാത്തുൽ മർഅത്തി ഫീ ബൈത്തിഹാ ഖൈറുൻ ലഹാ മിന സ്വലാത്തി ഫിൽ മസ്ജിദി, സ്ത്രീകൾക്ക് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും ഖൈറ് പുണ്യം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണെന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ഇജ്മാ ഉണ്ട്. ഏത് ഇജ്മായ? ഇതിവിടെ കേരളത്തിലെ സമസ്തക്കാർ പോലും ഇത്ര പറഞ്ഞിട്ടില്ല. അവർ പോലും ഇങ്ങനെ ഇജ്മാ ഉണ്ട്, മുസ്ലിങ്ങൾക്ക് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് മൂപ്പരതിന്റെ കാരണം പറയുന്നതാണ് ഇബ്തിആദം അനിൽ ഫിത്തന, ഫിത്തന ഇല്ലാതാക്കാൻ വേണ്ടി. പെണ്ണ് പള്ളിയിൽ പോയ ഫിത്തന ഉണ്ടാവും. ഇബ്തിആദം അനിൽ ഫിത്തന, ഫിത്തന ഇല്ലാതാക്കാൻ വേണ്ടി. പെണ്ണ് പള്ളിയിൽ പോയ ഫിത്തന ഉണ്ടാവും. ഇത് സ്വാലിഹുൽ ഫൗസാൻ എന്ന് പറയുന്ന ഒരു വഹാബി പണ്ഡിതൻ, ഗൾഫ് സലഫി പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഫത്വയാണ് വായിച്ചത്. ഇതുപോലെ ഇബ്നു ബാസിൻ്റെ ഫത്വയുണ്ട്, നിരവധി സലഫി പണ്ഡിതന്മാരുടെ ഫത്വയുണ്ട്. അതിലൊക്കെ സമാനമായ കാര്യങ്ങളാണ് പറയുന്നത്. എന്തിനധികം ഈ അടുത്ത് പോലും ഹറമിലെ ഇമാമ് പ്രസംഗിച്ചത് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വൈറലാണ്. പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ നിസ്കരിക്കലാണ് ഉത്തമം, അവരെ പള്ളിയിലേക്ക് വലിച്ചയച്ച് കൊണ്ടുവരണ്ട, എഴുന്നള്ളിക്കണ്ട. കേരളത്തിൽ ജുമാക്കും ജമാഅത്തിനും നിർബന്ധമായിട്ടും പെണ്ണ് പള്ളിയിൽ പോകണം എന്ന്, നിർബന്ധമാണെന്നും സുന്നത്താണെന്നും സുന്നത്തല്ല എന്നൊക്കെ 2-3 അഭിപ്രായങ്ങൾ കാലാന്തരങ്ങളിൽ മാറ്റം വരുത്തി മുജാഹിദുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർബന്ധമെന്ന് രേഖപ്പെടുത്തിയവരുണ്ട്, സുന്നത്താന്ന് രേഖപ്പെടുത്തിയവരുണ്ട്, അത് രണ്ടും അല്ലാത്ത മറ്റെന്തോ ഒന്നാണ് എന്ന് രേഖപ്പെടുത്തിയവരുണ്ട്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ പല അഭിപ്രായങ്ങളും മുജാഹിദുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഹറമിലെ ഇമാം എന്താ പറയുന്നത്? പള്ളിയിലേക്ക് അവളെ കൊണ്ടുവരണ്ട, അവൾക്ക് വീട്ടിൽ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. ആ ഉത്തമം, ആ ഖൈറ് തടയാൻ വേണ്ടിയിട്ട് ഈ പെണ്ണുങ്ങളെ കൊണ്ടുവന്നത് ഇത്തരം സാമൂഹ്യ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ മുൻകൈയെടുക്കുന്ന വഹാബികളെ തിരിച്ചറിയുക. പ്രിയപ്പെട്ട സഹോദരിമാർ, ഇവരുടെ കെണിവലയിൽ വിട്ടുകൊണ്ട് നിങ്ങളുടെ സമയവും ഊർജവും അതിലുപരി പാരത്രിക ലോകത്തെ പ്രതിഫലവും നഷ്ടപ്പെടുത്തി കളയണ്ട എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.